യാത്ര ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും വില്ലനായിട്ട് നിൽക്കുന്നതാണ്. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്ന കാഴ്ചകൾ കാണാറുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്, യാത്രകൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു യാത്ര ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ പതിവ് കാണുന്ന കാഴ്ചകളാണ് എൻ്റെ കൂട്ടുകാരൻ അവിടെ പോയി, എനിക്ക് അവിടെ പോകണം, ആ രാജ്യത്ത് പോകണം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോകണം എന്നല്ല. അങ്ങനെ പ്ലാൻ ചെയ്തല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകൾ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ് അവിടെ ഉള്ളത് എങ്കിൽ മാത്രം പോവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കടലും കടൽ കാഴ്ചകളും ഇഷ്ടമല്ലാത്ത ആൾക്കാർ മാൽദീവ്സ് അതുപോലെ തന്നെ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് വെള്ളം പേടിയാണ്, കടൽ പേടിയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂട്ടുകാരൻ പോയി എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, പൈസ പോയി തന്നെ നഷ്ടം. ചിലവർക്ക് കാടൊന്നും വലിയ ഇഷ്ടമായിരിക്കുമല്ലോ. കാടും കാടിൻ്റെ കാഴ്ചകളും കാടിനായിട്ടുള്ള ഏകാന്തതകളൊന്നും പലർക്കും ഇഷ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവർ പോയി എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ രുചികൾ അനുസരിച്ചിട്ട്, നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കണം. അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ താല്പര്യങ്ങൾക്ക് ചേർന്നതാണോ എന്ന് മനസ്സിലാക്കി മാത്രം യാത്ര ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും വില്ലനായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ലഗേജുകൾ. ഒരുപാട് ലഗേജുകളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹാൻഡ് ബാഗും അതുപോലെ മറ്റു ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹെവി ആണെങ്കിൽ അത് യാത്രയെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ഇത് പറയുമ്പോൾ ഞാൻ വളരെ ഹെവി ലഗേജിൽ യാത്ര ചെയ്യുന്ന ആളാണ്, സഞ്ചരിക്കുന്ന ഓഫീസും സ്റ്റുഡിയോ ഒക്കെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും കുറഞ്ഞ ലഗേജുമായിട്ട് യാത്ര ചെയ്യുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ എത്ര ദിവസത്തേക്കാണ് യാത്ര, ആ ദിവസങ്ങളിൽ നമുക്ക് റീയൂസ് ചെയ്യാവുന്ന ഡ്രസ്സുകൾ മറ്റൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ലഗേജിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പാസ്പോർട്ടും ടിക്കറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ കുറച്ച് സോഫ്റ്റ് കോപ്പീസും അതുപോലെ തന്നെ ഹാർഡ് കോപ്പീസും ഉണ്ടാവണം. ഇതിൻ്റെ എല്ലാം ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈസി ആക്സസ് ആയിട്ട് നമ്മുടെ മെയിലിലോ മറ്റൊക്കെ നമുക്ക് എടുക്കാൻ പാകത്തിന് സംഭവങ്ങൾ, അതായത് നമ്മുടെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, നമ്മുടെ ട്രാവൽ പ്ലാൻ, പാസ്പോർട്ട് കോപ്പി, എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിജിറ്റൽ നമുക്കൊരു മെയിലിൽ ഒന്ന് ജസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം പല ആവശ്യങ്ങൾ വന്നേക്കാം. ഒരു പക്ഷേ നമ്മളിൽ നിന്ന് ഡോക്യുമെന്റുകൾ നഷ്ടപ്പെടുകയും മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഇത്തരം ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും അവൈലബിൾ ആയിരിക്കണം. എന്തിന്? ഒറിജിനലിന് പുറമെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ യാത്രകളിൽ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളിലെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും, അതിന് എത്രയാണ് വില, ഇവിടെയൊക്കെ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം, അങ്ങനെ ബേസിക് ആയിട്ടുള്ളത്, ഇത്ര രൂപ മതിയോ, അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ വാക്കുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ എല്ലായിടവും കോമൺ ആണ്. അത്തരം ഭാഷകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ ഇംഗ്ലീഷ് പരിചിതമല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഏതാനും ചില വാക്കുകൾ, നുറുക്കുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ സഹായകരമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ്. ഇന്ന് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാതെ യാത്ര ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലായിരുന്നാലും വിദേശത്തായിരുന്നാലും നമുക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഭാരിച്ച ചികിത്സാ ചെലവുകളാണ് നമുക്ക് വരിക. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചികിത്സയുടെ മാത്രമല്ല, നമ്മുടെ ഫ്ലൈറ്റ് മിസ്സിങ്, ലഗേജ് മിസ്സാവുക, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ആവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പരിരക്ഷ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ഒരു ഓപ്ഷനബിളായിട്ട് കാണരുത്. ഇൻഷുറൻസ് മസ്റ്റായിട്ട്, വിദേശ യാത്രക്ക് എയർ ടിക്കറ്റ് കമ്പൽസറി എന്ന പോലെ, പാസ്പോർട്ട് കമ്പൽസറി എന്ന പോലെ തന്നെ ഒരു ഇൻഷുറൻസും ട്രാവൽ ഇൻഷുറൻസും കമ്പൽസറി ആയി തന്നെ കാണണം. അതിനുവേണ്ടി മുടക്കുന്ന തുക ഒരു നഷ്ടമായിട്ട് കാണരുത്. തീർച്ചയായിട്ടും ഇനി മുതൽ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസോട് കൂടി തന്നെ യാത്ര ചെയ്യണം. അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എയർപോർട്ടിൽ ചെന്നതിന് ശേഷമുള്ളതാണ്. എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സീറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾക്ക്.
അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന വിമാനത്തെക്കുറിച്ചും നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ഏത് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടതാണെങ്കിൽ അതൊക്കെ നിങ്ങൾ യാത്രക്ക് മുമ്പ് തന്നെ മുൻകൂട്ടി അതെല്ലാം ബുക്ക് ചെയ്യേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ ഏജൻസിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം പലരും ചോദിക്കും, ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. ഒരുമിച്ച് ബുക്ക് ചെയ്തതാണെങ്കിലും ഒരുമിച്ച് സീറ്റ് കിട്ടണമെന്നില്ല. ഇപ്പോഴത്തെ എയർലൈനുകളുടെ രീതി വെച്ച് യാത്രക്കാരിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നതിനാൽ തന്നെ ഓരോ സീറ്റ് സെലക്ഷനും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ചാർജ് ഇല്ലാത്ത സീറ്റുകൾ വരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ താല്പര്യങ്ങളനുസരിച്ച് യാത്ര ചെയ്യുന്ന സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഭക്ഷണം അതിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അത് നേരത്തെ കൂട്ടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാവൽ ഏജന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് ലോങ് ഫ്ലൈറ്റും മറ്റുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിട്ട് എഴുന്നേറ്റ് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഈ വിൻഡോ സീറ്റിലിരിക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പരമാവധി ഹൈൽ സീറ്റ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ലോങ് യാത്രകൾക്ക്. അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല. ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഏത് സീറ്റ് നിങ്ങൾക്ക് മാനേജ് ആകും. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോങ് യാത്രകളായിക്കോട്ടെ ഷോർട്ട് യാത്രകളായിക്കോട്ടെ, പ്രത്യേകിച്ച് ബാക്ക് സൈഡിലേക്ക് ബാത്റൂമിൻ്റെ സൈഡിനോടനുബന്ധിച്ചുള്ള സൈഡുകളിലുള്ള സീറ്റുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ തീർച്ചയായിട്ടും യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴും വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യാറുണ്ട്. അത് ലോങ് ആയിരുന്നാലും. മറ്റൊന്നുമല്ല, നമുക്ക് ധാരാളം വിഷ്വൽസ് എടുക്കേണ്ടതുണ്ട്. ഒരു വിമാനത്തിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും യാത്രകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാഴ്ചകൾ, മേഘങ്ങളുടെ കാഴ്ചകളും മറ്റുമൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിട്ടാണ് ഞാൻ കാണാറ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിൻഡോ സീറ്റാണോ അതോ മറ്റ് സീറ്റുകളാണോ വേണ്ടത്, ഏതാണ് നിങ്ങളുടെ കംഫർട്ട് എന്ന് നോക്കി തിരഞ്ഞെടുക്കുക. കാലിനൊക്കെ നല്ല നീളമുള്ളവർ, പ്രത്യേകിച്ച് എന്നെ പോലെ വണ്ണവും അതുപോലെ തന്നെ ഹൈറ്റും ഒക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും എല്ലാ സീറ്റുകളും കംഫർട്ട് ആവണമെന്നില്ല. അതിനാൽ തന്നെ പ്രിയോറിറ്റി സീറ്റുകളുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പം ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരമാവധി എമർജൻസി റോ ആണ് എടുക്കാൻ ശ്രമിക്കാറ്. അവിടെയാണ് കുറച്ച് ലെഗ് സ്പേസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ മിക്ക വിമാനങ്ങളുടെ ഫസ്റ്റ് റോ ബോക്സ് ടൈപ്പ് സീറ്റുകളായിരിക്കും. അപ്പോൾ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ഇരിക്കുമ്പോൾ അത് ഒട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. എന്നതിനാൽ തന്നെ ഫിഗർ കൂടുതലുള്ളവർ എപ്പോഴും എമർജൻസി റോയിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും, ലെഗ് സ്പേസ് ഉണ്ടാകും, നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിശാലമായിട്ട് ഇരിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കൂടിയൊക്കെ കുറവായിരിക്കും. പച്ചവെള്ളമാണ് ഉദ്ദേശിച്ചത്. വെള്ളം കൂടിയൊക്കെ കുറവായിരിക്കും. ശരിക്കും വിമാനത്തിൽ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കേണ്ടതാണ്. പൊതുവെ ആൾക്കാർ അതിൽ നിന്ന് പുറകോട്ടാണ്. ഒന്നാമത്തെ കാര്യം, മിക്ക വിമാനങ്ങളിലും ഇപ്പോൾ ബഡ്ജറ്റ് എയർലൈനുകളൊക്കെ ആണെങ്കിൽ തന്നെ വെള്ളമൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മേടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലരിപ്പോൾ എയർപോർട്ടിൽ സെക്യൂരിറ്റി ടൈമിൽ തന്നെ ബോട്ടിലൊക്കെ കളയാൻ പറയും. അത് എംറ്റി ബോട്ടിൽ ക്യാരി ചെയ്യുകയാണെങ്കിൽ അകത്തുനിന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ യാത്രയിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ഒത്തിരി ലോങ് യാത്രകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരേ ഇരിപ്പിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യുക. അപ്പോൾ ഈ എയർ സീറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പം എന്താണെന്ന് വെച്ചാൽ മറ്റാരും തടസ്സപ്പെടുത്താണ്ടെന്ന് എഴുന്നേറ്റ് കുറച്ച് സമയം നിൽക്കാനും നടുവൊക്കെ നിവർത്തി നിൽക്കാനും ഒന്ന് ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെക്കാനൊക്കെ അത് നന്നായിരിക്കും. യാത്ര കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി നീണ്ട യാത്രകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദങ്ങൾക്കൊക്കെ ചെറിയ ഒരു റൊട്ടേഷനും ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യുകയാണെങ്കിലും അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഒരേപോലെ തന്നെ ബാഗുകളൊക്കെ കോമൺ ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടിയിലൊക്കെ കെട്ടി കയറിനൊക്കെ കെട്ടിയെ കൊണ്ടുവരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് ബാഗുകളൊക്കെ ഒരേപോലത്തെ, ഇപ്പോൾ ഒരുമാതിരി എല്ലാ കമ്പനികളും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഇറക്കുന്നതിൻ്റെ പേരിൽ തന്നെ കളറും സൈസും എല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെ ആയിരിക്കും. പലപ്പോഴും എയർപോർട്ടിൽ കൺവെയർ ബിസി ആണെങ്കിൽ 2-3 ഫ്ലൈറ്റുകളുടെ ഒക്കെ ലഗേജ് ഒന്നിച്ച് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന ടാഗ് മാത്രം നോക്കി ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിന് കൃത്യമായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾ വെക്കുക. ഇപ്പോൾ പല ആൾക്കാരും റിബൺ കെട്ടാറൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും റിബൺ കെട്ടുന്നതിൻ്റെ പേരിൽ അതും കൺഫ്യൂഷനായിട്ട് മാറിയണത്. ഞാൻ എൻ്റെ പെട്ടിയിലൊക്കെ ചെയ്ത് വെച്ചത് കുറേ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ പെട്ടി പെട്ടെന്ന് ബോക്സ് എങ്ങനെയാണോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് എന്തെങ്കിലും മാർക്കുകളും മറ്റൊക്കെ വെക്കണത് നല്ലതായിരിക്കും. പണ്ട് ഗൾഫുകാർ വരുന്ന സമയത്ത് ഫുൾ അഡ്രസ്സൊക്കെ എഴുതി നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഏത് രാജ്യത്തു നിന്നാണ്, ഏതാണ് കണക്ഷൻ, അവിടെ നിന്ന് ഏതാണ് ലാസ്റ്റ് പോയിന്റൊക്കെ എഴുതി വലിയ അക്ഷരത്തിൽ എഴുതി കൊട്ടിക്കാറുണ്ടായിരുന്നു. അന്ന് കുറച്ച് ഈസി ആയിരുന്നു. അന്നും ഇതുപോലെ സിമിലറായിട്ടുള്ള പെട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ
ലഗേജിൻ്റെ കാര്യത്തിൽ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് റീചെക്കും കൂടി ചെയ്യണം. പലപ്പോഴും മാറി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ കാണാറുണ്ട്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വരുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന രാജ്യത്ത്, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത്, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മാപ്പൊക്കെ നമുക്ക് ഗൂഗിളിലും മറ്റൊക്കെ എല്ലായിടും അവൈലബിൾ ആണെങ്കിലും ഓഫ്ലൈൻ മാപ്പുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. നല്ല രീതിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ പല സമയത്തും നമുക്കത് വളരെ വലിയ രീതിയിൽ ഉപകരിക്കും. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഓഫ്ലൈൻ മാപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗുണകരമാണ്. അതിൻ്റെ ഗുണം ശരിക്കും അനുഭവിക്കുന്ന ഒരാളായതിനാലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെല്ലുന്ന രാജ്യത്ത് ആ സ്ഥലത്തെ നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾ എത്തിച്ചേരുക. ഒരുപാട് നേരത്തെ എത്തിച്ചേരേണ്ട കാര്യമില്ല, വൈകി എത്തിച്ചേരേണ്ട കാര്യമില്ല. വൈകി എത്തുമ്പോൾ ഒരുപാട് ഷോകളും മറ്റു സംഭവങ്ങളൊക്കെ മിസ്സാവും. അപ്പോൾ എത്തിച്ചേരേണ്ട സ്ഥലത്തെ സമയം മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ പൈസക്ക് യാത്ര ചെയ്യുന്നു, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എത്തുള്ളൂ എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ മിസ്സാവും. ചില സ്ഥലങ്ങളിലൊക്കെ സൺറൈസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട്. വൈകി എത്തിക്കഴിഞ്ഞാൽ നടക്കില്ല. സൺസെറ്റ് അതുപോലെ തന്നെ പല പല കാര്യങ്ങളും ഇനി എടുത്തു പറയണേ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, മറ്റു രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ ഭക്ഷണം മാത്രം കഴിച്ച് കാഴ്ചകൾ കണ്ട് വരാതെ ഓരോ രാജ്യത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചി വൈവിധ്യങ്ങളുണ്ട്. അത് വിഭവങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, അതിൻ്റെ രുചിയുടെ കാര്യത്തിലായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ആ ചെല്ലുന്ന രാജ്യത്ത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിച്ച് നിൽക്കാതെ അവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണം കൂടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ക്രൈസ് ഉള്ളതാണ് ഷോപ്പിംഗ്. നമ്മൾ അത് മേടിക്കുക, ഇത് മേടിക്കുക. എന്തായാലും ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ചെല്ലുന്നവർ എന്തെങ്കിലുമൊക്കെ മേടിക്കുമെന്ന് അവർക്കറിയാം. അതിനാൽ തന്നെ കണ്ട ആളും കിട്ടിയ കാശ് എന്നുള്ളൊരു രീതിയൊക്കെ ആയിരിക്കും അധികവും കാണുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ബാർഗൈനിങ് സ്കില്ല് നന്നായിട്ട് പോളിഷ് ചെയ്യുക. വെറുതെ പേരിന് മാത്രമായിട്ട് ബാർഗൈനിങ് സ്കില്ല് പോളിഷ് ചെയ്യരുത്, നമ്മളത് മേടിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ ഇന്ത്യക്കാരോട് അവർക്ക് തികഞ്ഞ ഒരു വെറുപ്പ്, അതൃപ്തിയൊക്കെ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ആൾക്കാർ പോയിട്ട് നശിപ്പിച്ച് വെച്ചിട്ടാണ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ വില പേശി അത് മേടിക്കാണ്ടൊക്കെ വരുന്നതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്ന കാഴ്ചകൾ കാണാറുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ $50 പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് $20 $30 നമ്മളത് പറയുക. ഞാൻ ഉദ്ദേശിക്കുന്നത് $30, നിങ്ങൾ പൈസ കുറച്ച് തരിക. അത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് സംസാരിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അപ്പോൾ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും നിങ്ങളുടെ ബാർഗൈനിങ് സ്കില്ല് പോളിഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പല സ്ഥലങ്ങളിലും ഫിക്സഡ് റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ നിങ്ങൾ ബാർഗൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വലിയ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്കൗണ്ട് സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സംഭവങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാളും ഒന്നും വെറുതെ തരികയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും ട്രാവൽ കാർഡുകൾ, നമ്മുടെ ബാങ്ക് ഇൻ്റർനാഷണൽ കാർഡുകളൊക്കെ നമുക്ക് തരുന്നത്, അതുപോലെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ. അപ്പോൾ നമുക്ക് തോന്നും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി നമുക്ക് കാർഡ് പരമാവധി യൂസ് ചെയ്യാൻ മതി എന്നുള്ളത്. പക്ഷേ മനസ്സിലാക്കുക, എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അതാത് രാജ്യങ്ങളിലെ കുറച്ച് കറൻസി നമ്മുടെ കയ്യിൽ വെക്കേണ്ടതാണ്. ഡോളർ മാത്രമല്ല, അതാത് രാജ്യങ്ങളിലെ ലോക്കൽ കറൻസികൾ. ചെറിയ ചെറിയ ഷോപ്പിൽ ചിലപ്പോൾ ഈ കറൻസികൾ മാത്രമേ എടുക്കുള്ളൂ, കാർഡ് പോലും എടുക്കില്ല. ഈ കാർഡൊക്കെ എന്തെങ്കിലും തരത്തിലൊരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾക്ക് 6-7 ദിവസം പിടിക്കും നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടാൻ. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാർഡുകൾ യൂസ് ചെയ്യാം. ലോക്കൽ മാർക്കറ്റുകളിലും മറ്റുമെല്ലാം തന്നെ നിങ്ങൾ അവിടുത്തെ ലോക്കൽ കറൻസിയാണ് കൊടുക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ $US എടുക്കുമെങ്കിലും അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാല്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനാൽ തന്നെ ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ലോക്കൽ കറൻസികൾ നമ്മൾ കയ്യിലുണ്ടായിരിക്കുക. അത് വെച്ച് ചെറിയ ചെറിയ കടകളിൽ വിനിമയം ചെയ്യുക. അവസാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ കൾച്ചറിനെ, ആ രാജ്യത്തെ നല്ല രീതിയിൽ മാനിക്കുക. കാരണം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. എല്ലാ വസ്ത്രധാരണ രീതി ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും മിക്കവാറും കുറേയൊക്കെ വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റു രാജ്യങ്ങളുടെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ സംസ്കാരത്തെ മാനിക്കുക, അവരുടെ വിശ്വാസങ്ങളെ മാനിക്കുക,
അവർക്ക് വേണ്ട റെസ്പെക്റ്റുകൾ കൊടുത്ത് നമ്മൾ നിൽക്കുക. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അന്തസ്സും നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സും ഉയർത്തി കാണിക്കേണ്ടത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഇതിൽ പെടാത്ത കുറേ കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ഇടിവെട്ട് യാത്രാ വിശേഷങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.